നമസ്കാരം. COPD എന്ന ഒരു അസുഖത്തെക്കുറിച്ച് നമ്മൾ കുറേ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് COPD? ഇതൊരു ഷോർട്ട് ഫോം ആണ്. അതിൻ്റെ എക്സ്പാൻഷൻ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്നാണ്. കുറച്ച് വലിയ പേരാണ്. ഞാനതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്രോണിക് എന്ന് പറഞ്ഞാൽ 6 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന രോഗാവസ്ഥയാണ് ക്രോണിക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ശ്വാസത്തിൻ്റെ ആഗമനത്തെ ബഹിർഗമനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു അസുഖം, ഒരു ശ്വാസകോശ സംബന്ധമായ അസുഖം. ഇത്രയുമാണ് COPD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിക്ക് 40 വയസ്സിന് മുകളിലുള്ള അതിൽ കൂടുതലുള്ള ആൾക്കാരിലാണ് ഈ ഒരു ഡയഗ്നോസിസ് ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരിൽ ദീർഘനാളായി നിൽക്കുന്ന ചുമ, ശ്വാസമുട്ടൽ, ഈ ലക്ഷണങ്ങളോടെയാണ് ആൾക്കാർ സാധാരണ വരാറ്. ഇപ്പോൾ ശ്വാസമുട്ടൽ എന്ന് പറഞ്ഞാൽ കിതപ്പാവാം. കിതപ്പ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാവാം. തുടക്കത്തിലൊക്കെ ഇത് നടക്കുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് കയറ്റം കയറുമ്പോഴോ ആയാസപ്പെട്ട ജോലി ചെയ്യുമ്പോഴോ ചിലർക്ക് സൈക്കിൾ ചവിട്ടുമ്പോൾ ഒക്കെ ഉള്ള കിതപ്പായിട്ടായിരിക്കും അനുഭവപ്പെട്ട് തുടങ്ങുന്നത്. കാലക്രമേണ ഈ കിതപ്പ് വർദ്ധിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ, ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ കുളിക്കുക, ഇത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അനുഭവപ്പെടുന്ന കിതപ്പായിട്ട് ഇത് മാറും. അതേപോലെ ചുമ, ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന കഫത്തോട് കൂടിയിട്ടുള്ള ചുമ COPD ഉള്ള ആൾക്കാരിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള മറ്റൊരു ലക്ഷണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മുതിർന്ന ആൾക്കാരിൽ 40 വയസ്സിന് ശേഷമുള്ള ആൾക്കാരിലാണ് നമ്മൾ ഇങ്ങനൊരു ഡയഗ്നോസിസ് സാധാരണ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നോക്ഷ്യസ് ആയിട്ടുള്ള പുകയോ, ഇപ്പോൾ സിഗരറ്റിൻ്റെ സ്മോക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സ്മോക്ക്, അങ്ങനെയുള്ള നോക്ഷ്യസ് ആയിട്ടുള്ള നമ്മളുടെ ശ്വാസകോശത്തിന് ഡാമേജ് ഉണ്ടാക്കാൻ കെൽപ്പുള്ള ആ രീതിയിലുള്ള എന്തെങ്കിലും എക്സ്പോഷർ കുറച്ച് നീണ്ട കാലഘട്ടം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് കാരണം ഉണ്ടാവുന്ന ഡാമേജും അതിനനുബന്ധിച്ച് ഉണ്ടാവുന്ന ശ്വാസകോശത്തിലെ ചേഞ്ചസുമാണ് COPDയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. ടൊബാക്കോയുടെ സ്മോക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം COPDയിലേക്ക് നയിക്കുന്നത്. എന്നാൽ പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിൽ നല്ലൊരു ശതമാനം ആൾക്കാർ നോൺ സ്മോക്കിംഗ് COPD, അതായത് ഒരിക്കലും പുകവലിക്കാത്ത ആൾക്കാർ COPD ആയിട്ട് വരുന്ന ആൾക്കാർ ഇഷ്ടമാതിരി ഉണ്ട്. അപ്പോൾ ഈ നോൺ സ്മോക്കിംഗ് COPDയുടെ കാരണം എന്താണ്? ഒരു കാരണം സെക്കൻഡ് ഹാൻഡ് സ്മോക്കാണ്. അതായത് നമ്മളുടെ നമ്മളുടെ വീടിനകത്ത്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സ്ഥിരമായി സമ്പർക്കം പുലർത്തുന്ന ഒരാൾ പുകവലിക്കുന്ന ആളുണ്ടെങ്കിൽ അയാൾ വലിച്ചു പുറത്തു വിടുന്ന പുക നമ്മൾ ശ്വസിക്കുകയാണെങ്കിലാണ് അതിനെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എക്സ്പോഷർ COPDയുടെ ഒരു റിസ്ക് ഫാക്ടറാണ്, COPD ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു കാര്യമാണ്. അതേപോലെ സ്ത്രീകളിൽ, ഇന്ത്യയിൽ പ്രത്യേകിച്ചും സ്ത്രീകളിൽ കാണപ്പെടുന്ന COPDയുടെ പ്രധാനപ്പെട്ട കാരണം ബയോമാസ് ഫ്യൂവലിൻ്റെ എക്സ്പോഷറാണ്. ബയോമാസ് ഫ്യൂവൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിറകിൻ്റെ പുക, അല്ലെങ്കിൽ പ്രത്യേകിച്ചും കേരളത്തിന് വെളിയിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ചാണകം ഉണക്കിയിട്ട് അതൊരു ഫ്യൂവലായിട്ട് അത് കത്തിച്ച് അടുപ്പ് കൂട്ടുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ പുക, അതും വിശേഷിച്ചും അതൊരു വെന്റിലേഷൻ കുറവുള്ള അടുക്കളയോ വീടോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുക ക്രോണിക്കായിട്ട് ശ്വസിക്കുന്നത് COPDക്ക് കാരണമായേക്കാം. പിന്നെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ വളരെ പ്രസക്തമായിട്ടുള്ള മറ്റൊരു കാരണമാണ് എയർ പൊല്യൂഷൻ. ഇൻഡോർ എയർ പൊല്യൂഷൻ ഉണ്ടാവാം, ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ ഉണ്ടാവും. ഇൻഡോർ എയർ പൊല്യൂഷനാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പുകയും വീടിനകത്തുണ്ടാകുന്ന പുകയും മറ്റു കാര്യങ്ങളും. ഔട്ട്ഡോർ എയർ പൊല്യൂഷനും COPDക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. COPD ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പൈറോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നത് അനിവാര്യമാണ്. സ്പൈറോമെട്രി അല്ലെങ്കിൽ ലങ് ഫങ്ഷൻ ടെസ്റ്റ്, പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്, PFT എന്നുള്ള പേര് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇത് ശ്വാസകോശത്തിൻ്റെ ശേഷി പരിശോധിക്കുന്ന ഒരു തരം ടെസ്റ്റാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള മെഷീനിലൂടെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ ഊതി നമ്മൾ പുറന്തള്ളുന്ന ആ വായുവിൻ്റെ സ്പീഡ്, എത്ര അളവ് വായു നമുക്ക് ശ്വസിച്ച് പുറത്തേക്ക് വിടാൻ കഴിയുന്നു എന്നുള്ളതെല്ലാം കണക്കിലെടുത്താണ് നമ്മളുടെ ശ്വാസകോശത്തിൻ്റെ ശേഷി നിർണ്ണയിക്കുന്നത്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് സ്പൈറോമീറ്റർ. ആ ടെസ്റ്റിൻ്റെ പേരാണ് സ്പൈറോമെട്രി. ശരിക്കും സ്പൈറോമെട്രി ചെയ്താൽ മാത്രമേ COPD എന്നുള്ളൊരു ഡയഗ്നോസിസിൽ എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ചികിത്സയ്ക്ക് പല കാര്യങ്ങൾ, പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് എന്ത് എക്സ്പോഷറാണ് COPD ഉണ്ടാക്കുന്നത് ആ എക്സ്പോഷറിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് ലങ് ഫങ്ഷനെ മെയിൻറ്റെയിൻ ചെയ്യുക, എവിടെ നിൽക്കുന്നു രോഗി, ഏത് പോയിന്റിൽ നിൽക്കുന്നു അവിടെ അത്രയും തന്നെ ലങ് ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയൊരു ഡിറ്റീരിയോറേഷൻ
ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സിഗരറ്റ് പുകവലിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പുകവലിക്കുന്നത് നിർത്താനായിട്ട് ആവശ്യപ്പെടുക. അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്, അതെടുക്കുക. അതേപോലെ ബയോമാസ് ഫ്യൂവൽ ഒഴിവാക്കുക. ഇതൊക്കെയാണ് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ. ഇൻഹേലർ മോഡിലുള്ള മരുന്നുകൾ COPDക്കായിട്ട് അവൈലബിൾ ആണ്. നല്ല രീതിയിൽ ലക്ഷണങ്ങൾ, അതായത് ശ്വാസമുട്ടലിനെയും ചുമയും കൺട്രോൾ ചെയ്യാനായിട്ട് ഇൻഹേലർ മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും. ഇതിനോടൊപ്പം തന്നെ ജീവിത രീതിയിലുള്ള ചില മാറ്റങ്ങൾ, ഭക്ഷണക്രമത്തിലുള്ള മാറ്റങ്ങൾ, ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ, അത് ജനറൽ എക്സസൈസുകളുണ്ട്, ശ്വസന വ്യായാമങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ COPDയുടെ കാഠിന്യം കുറയ്ക്കാനും ഒരു സാധാരണ ജീവിതം പരമാവധി നയിക്കാനുമായി രോഗികളെ സഹായിക്കുന്നതാണ്.